ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചിക്കൻ ഗ്രേവി എന്നോ ചിക്കൻ കറി എന്നൊക്കെ പറയാം. അപ്പോൾ അതിൻ്റെ റെസിപ്പി നോക്കാം. അധികം ചേരുവകളൊന്നും ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാട്ടോ. അപ്പോൾ അതിനായിട്ട് ചിക്കനൊക്കെ ഞാനിവിടെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയിട്ടുള്ള പീസാട്ടോ എടുത്തിട്ടുള്ളത്. ഏത് പീസ് വേണമെങ്കിലും യൂസ് ആക്കാം. ഇനി ചൂടായ പാനിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണയും 1 സ്പൂൺ ഗീ കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ 2-3 ഏലക്ക, 4-5 ഗ്രാമ്പു, ചെറിയ 2 കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 സവാള ചെറുതായി കട്ട് ചെയ്തതും 4-5 പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ. ഇതുപോലെ ഉള്ളിയൊക്കെ സോഫ്റ്റായി കളറൊക്കെ ചേഞ്ചായി പച്ചച്ചുവൊക്കെ മാറി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ടും ഓരോ സ്പൂണും വീതം കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ഒരു മീഡിയം സൈസ് തക്കാളി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളിയുടെയൊക്കെ പച്ചച്ചുവ മാറി എല്ലാം നന്നായിട്ട് മിക്സായി വരുന്ന ടൈമിൽ ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കനില്ലേ, അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി 1 മിനിറ്റ് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 1 സ്പൂൺ മുളക് പൊടിയാട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ മല്ലിപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയുടെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മുളക് പൊടിയുടെ അളവ് കൂട്ടും. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ പൊടികളുടെ പച്ചച്ചുവൊക്കെ ഒന്ന് മാറി വരട്ടെ. അതിനുശേഷം ഇത് അടച്ചു വെച്ച് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് 15 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഓൾറെഡി ചിക്കൻ വെന്ത് വരുമ്പോൾ അതിൽ അത്യാവശ്യം വെള്ളം വരും. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചിക്കനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. അധികം പുളിയില്ലാത്ത തൈരാട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തൈര് ചേർത്ത് കൊടുത്താൽ പിന്നെ വല്ലാണ്ട് തിളച്ച് മറിക്കണ്ട. ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചൂടായി വരുമ്പോൾ കുറച്ച് ഗരം മസാലപ്പൊടിയും അതുപോലെ മല്ലിയിലയും പുതിനയിലയും ചെറുതായി കട്ട് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ചൂടായി ഇതുപോലെ കുറച്ചൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഗ്രേവിന്നോ ചിക്കൻ കറിയെന്നോ എന്ത് വേണമെങ്കിലും പറയാം. അതുപോലെ ഇത് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സൈഡായിട്ട് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, റെഡിയാക്കാനും സിമ്പിളാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഓൾ എന്ന് പ്രസ് ചെയ്ത് വെക്കുവാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.